സമരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റാന്ന് അവർ നോക്കട്ടെ. മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ 2ാം റൗണ്ടാണ് ജലപീരങ്കി അടിക്കുന്നത്. എന്താ പ്രകോപനം? മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റില്ലേ? എന്തേ കഴിഞ്ഞോ? 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 അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു അരമണിക്കൂറിനിടെ ഒരു 16-17 റൗണ്ടെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ. ആരും പിരിഞ്ഞു പോയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിലും, അതായത് ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും വീണ്ടും പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തുന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഞാൻ നേരത്തെ അലക്സിനോട് ചോദിക്കുന്നു, അലക്സ് കേൾക്കാമെങ്കിൽ, നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നത് കൊണ്ടാകാം പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിലൂടെ മാത്രം പ്രവർത്തകരെ പിരിച്ച് വിടാൻ കഴിയുമോ എന്ന് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് പോലീസും, അല്ലേ? നിസ്സംശയം പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയുടെ സമ്മേളനമാണ്, ആ സെഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ സമരം അത് കത്തിച്ചു നിർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. പോലീസിൽ നിന്നൊരു ആക്ഷൻ ഉണ്ടാവുക, ആ പ്രൊവോക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു. പോലീസ് ഈ ചെയ്യുന്നത് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും പോലീസുമായ ഒരു കയ്യാങ്കളി അത് രൂക്ഷമാകുമ്പോഴും ജലപീരങ്കി പ്രയോഗിക്കുന്നു. 18 തവണ, ഞാൻ എണ്ണിയതനുസരിച്ച് ശരിയാണെങ്കിൽ 18 തവണ 2 വാഹനങ്ങളിൽ നിന്നായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അവർ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ കോലം കത്തിച്ച് പ്രതിഷേധം അറിയിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു, മുഖ്യമന്ത്രിയെ വിമർശിച്ചു. ഈ മദ്യശാലയ്ക്ക് അവിടെ അനുമതി നൽകാൻ, അവിടെ പ്രവർത്തനാനുമതി നൽകാൻ അനുവദിക്കില്ല യൂത്ത് കോൺഗ്രസ് എന്ന പ്രഖ്യാപനം പോലും അദ്ദേഹം നടത്തി. ഇത് സമരങ്ങളുടെ ഒരു തുടക്കം മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ നിയമസഭയുടെ മുന്നിലേക്ക് ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചന യൂത്ത് കോൺഗ്രസ് നൽകി കഴിഞ്ഞു. അതങ്ങനെ കത്തിച്ചു നിർത്തി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ഒരുപക്ഷെ നിയമസഭയ്ക്ക് അകത്തേക്ക് ഈ വിഷയം നിയമസഭാ തലത്തെ പ്രക്ഷുബ്ധമാക്കുന്ന ദിവസമൊക്കെ പുറത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അഴിച്ചുവിടാനാണ് യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ സൂചന എന്ന് വേണം ഇതിനെ കാണാൻ. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന കമ്മിറ്റി കോൾ ചെയ്ത നിയമസഭാ മാർച്ച് വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അത് എത്രത്തോളം രൂക്ഷമായിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. ഒരുപക്ഷെ അതുകൂടി മുന്നിൽ കണ്ടായിരിക്കും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ സമരം തടഞ്ഞു എന്ന് മാത്രമല്ല, ഈ വരുൺ വാഹനങ്ങൾ, ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനങ്ങൾ 2 എണ്ണമാണ് കരുതിയിരുന്നത്. 2 വാഹനങ്ങൾ 2 വശത്തുമായി, റോഡിന്റെ 2 വശത്തുമായി നിർത്തിയാണ് അവർ ഈ സമരത്തെ നേരിട്ടത്. പ്രവർത്തകരുടെ ഭാഗത്ത് കാര്യമായി തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം, പോലീസിന്റെ ഭാഗത്ത് ഒരു ആക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാര്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ ബാരിക്കേഡ് ഇങ്ങനെ അടുക്കിയിരിക്കുന്നതിന്റെ തൊട്ട് അടുത്തുകൂടി ചെറിയൊരു വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കേണ്ട ഒരു വഴിയുണ്ട്. അവിടെ പോലീസ് കാർ മാത്രമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ എത്തി പോലീസുകാരുമായ ഒരു കളിയും വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ ഉണ്ട്. പോലീസിനെ അവിടെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ പോലീസിനോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വാഹനത്തിൽ ജലം കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഇതിന്റെ ചാർജുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ ജലപീരങ്കിയിൽ നിന്നുള്ള ജലം വീട് അവരും നനഞ്ഞ് കുളിച്ചാണ് നിൽക്കുന്നത് വിജയകുമാർ എന്നുള്ളതാണ്. അത്തരത്തിൽ പോലീസുകാരും അങ്ങനെ നിൽക്കുമ്പോഴും പോലീസുകാർ സംയമനം പാലിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർ പരമാവധി നിശബ്ദരായി നിൽക്കുന്നുണ്ട്. ഈ പ്രൊവോക്കേഷനിൽ അവർ വീഴാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങി അങ്ങനെ ഒരു ലൈവ്നെസ്, അങ്ങനെ ഒരു സജീവത. ശരി അലക്സ്, എന്തായാലും പ്രതിഷേധക്കാർ അവിടെ തുടരുകയാണ്. 18 റൗണ്ടെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് അലക്സ് സൂചിപ്പിച്ചത്. ഒരു 15 റൗണ്ട് 16 റൗണ്ടൊക്കെ അത് പ്രയോഗിക്കുന്നത് നമ്മളും എണ്ണിയതാണ്. അതിൽ കൂടുതലുണ്ട് എന്നാണ് അലക്സ് സൂചിപ്പിക്കുന്നത്.